ഓണറാണ്. സോണി ഇറങ്ങുന്നു. ശരി ശരി, ഇപ്പൊ എടുക്കുക. സോണി ഇറങ്ങുന്നു. കിട്ടുന്നുണ്ടോ? ഹലോ 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 ശരി 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 ഹലോ 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 എല്ലാരും വീടുണ്ടല്ലോ. വീടില്ലല്ലേ സണ്ണി? എല്ലാരും വീടില്ലല്ലേ? ആളുണ്ടാ കിട്ടുന്നുണ്ടാ? കെ സി വേണുണ്ട്, സണ്ണി. ഹലോ, ദൂരേന്നാണ് മൈക്ക് ഓൺ ആക്കിയിട്ടും കാര്യമൊന്നുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. ഹലോ 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 ഹലോ. സുദീപ് ജെയിംസ് കൂടെ ഉണ്ട്. ദേടാ സോണിയാഗാന്ധി ഉണ്ട്, പ്രിയങ്ക ഉണ്ട്. പ്രിയങ്ക ഓടി 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 ഓടി. ഹലോ ഹലോ. ശരി ഉണ്ട്, കണ്ടു കണ്ടു. പ്രിയങ്ക, സണ്ണി ജോസഫ്, പിന്നെ വീഡിയോ ഉണ്ടോ? അരുൺകുമാർ സ്വകാര്യ സന്ദർശനത്തിനായാണ്, സ്വകാര്യ പരിപാടിയുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ നിലവിൽ ചാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ പടിഞ്ഞാറത്തറ സ്കൂളിലെ ഗ്രൗണ്ടിലേക്കാണ് ഏതാണ്ട് ഒരു 5 മിനിറ്റുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അവരെ സ്വീകരിക്കാനായി അവിടെ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം കൂടാതെ മറ്റ് നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗ്രൗണ്ടിൽ അവരെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന്